പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. അവനിൽ എന്ന് പറയുമ്പോൾ യേശുവിൽ നമുക്ക് അവന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അതിക്രമങ്ങൾ എന്ന ആ അനുഭവത്തിൽ നിന്ന് ഒരു മോചനം, ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ? വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ശരീരം, നഷ്ടപ്പെട്ടു പോയ ജീവിതം, സ്വർഗീയ പദവി നഷ്ടപ്പെട്ടവർ, സ്വർഗത്തിൽ നിന്ന് കാണാതായവർ, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടവർ, നമ്മുടെ പദവിയിൽ നിന്ന് വീണുപോയവർ, വിവിധ പാപത്തിന് അധീനമായ ശരീരത്തിൽ നാം അടിമപ്പെട്ടു പോയ, അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ അനുഭവത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക അഥവാ മോചനം പ്രാപിക്കുക, അതിന് പ്രായശ്ചിത്തം വരുത്തുക എന്നൊക്കെ ഈ വീണ്ടെടുപ്പ് കൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ കഴിയും. ഹല്ലേലൂയ. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഏത് മതസ്ഥനായിരുന്നാലും, ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, അവൻ എത്ര ഉന്നത കുടുംബത്തിൽ ജനിച്ചവനായിരുന്നാലും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായ ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് എന്നാൽ വില നൽകി എന്തെങ്കിലും ഒന്ന് തിരികെ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു തിരികെ വാങ്ങുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മറിച്ച് മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ, വിറ്റ ഒരു സാധനം വീണ്ടും നമ്മൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ അതിനെയും വീണ്ടെടുപ്പ് എന്ന് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ശരിയായൊരു അടിമയുടെ കാര്യത്തിൽ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ട അവന്റെ സ്വാതന്ത്ര്യം വിലയ്ക്ക് വാങ്ങുന്നതാണ് പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യൻ പാപത്തിന് അടിമയാണ്, പാപത്തിന് അടിമപ്പെട്ടു പോയ ശരീരമാണ്. സ്വർഗവുമായി യാതൊരു ബന്ധവുമില്ല, ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ലോകത്തിന്റെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ ചണ്ടിക്കൂമ്പാരത്തിൽ വീണ് മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും, എവിടെയാണ് ജീവിതത്തിന് അവസാനമെന്ന് ആമേൻ ജീവിതത്തിൽ നിരാശയുടെ ദുഃഖവുമായി കിടക്കുന്ന അനവധി ആളുകളുണ്ട്. ഒരു യാചകൻ രാവിലെ തന്റെ ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് അവൻ കിലോമീറ്റർ നടക്കുന്ന പോലെ മനുഷ്യൻ തന്റെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി കിലോമീറ്റർ ദൂരം ഓരോ ദിവസവും സഞ്ചരിക്കുക. അങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് മനുഷ്യന് മോചനം ആവശ്യമാണ്, വീണ്ടെടുപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പാപിയുടെ ജീവിതത്തിൽ ആ പാപത്തിൽ തന്നെ വീണ്ടെടുക്കുന്നത്, ആ പാപത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കർത്താവാൻ യേശുക്രിസ്തു കാൽവറി ക്രൂശിലൂടെ നമുക്ക് നൽകി തന്നു. ഹല്ലേലൂയ. ആമേൻ. നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ പാപങ്ങളിലായിരുന്നു, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ് കിടന്ന, അതിക്രമങ്ങളിലെ അനുഭവത്തിൽ വീണ് കിടന്ന, ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ, കരകയറവും കഴിയാതെ ആയിരുന്നു നമ്മുടെ ജീവിതത്തെ ആമേൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്ക് നമ്മുടെ വിടുതലിനായി അച്ചാരം നൽകിയോ, യാഗം കഴിച്ചോ, ആ ക്രൂശിലൂടെ നമുക്ക് ആ വീണ്ടെടുപ്പ് നൽകി തന്നു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അച്ചാരമായി, നമ്മുടെ പാപത്തിന് വേണ്ടി പരമയാഗമായി തീർന്നു എന്ന് ആമേൻ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ വില ക്രിസ്തുവിന്റെ രക്തമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രശ്നികത, ലോകത്തിൽ നാം സമ്പാദിക്കുന്ന പണം കൊണ്ടോ, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടോ, നമ്മുടെ ആടുമാട് കന്നുകാലികൾ കൊണ്ടോ നമുക്കൊരു വീണ്ടെടുപ്പില്ല. കാളയെ വെട്ടിയത് കൊണ്ടോ, കോഴിയെ വെട്ടിയത് കൊണ്ടോ, പ്രാക്കളെ യാഗം കഴിച്ചത് കൊണ്ടോ, ആടിനെ വെട്ടിയത് കൊണ്ടോ, നാം തീർത്ഥാടനം നടത്തിയത് കൊണ്ടോ, മലകൾ കയറിയതുകൊണ്ടോ, മലകൾ ഇറങ്ങിയത്, കുരിശ് ചുമന്നത് കൊണ്ടോ, നാം എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ നമ്മുടെ പാപത്തിന് വീണ്ടെടുപ്പ് ഒരിക്കലും കിട്ടുകയില്ല. പാപത്തിന് അടിമയായ മനുഷ്യന്റെ ശരീരത്തിൽ ആ പാപ ശരീരത്തെ നീക്കം വരുത്തി പാപത്തിന് മോചനം, വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ക്രൂശിലെ രക്തത്തിലൂടെയാണ്. ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു പരമയാഗമായി മാറി. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങളുടെ ജീവിതകാലത്തിൽ നിറഞ്ഞു നിന്ന
പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം പ്രാപിപ്പാൻ ഒരു വഴിയും മാർഗവും ഇല്ലാതിരുന്നപ്പോൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. നിങ്ങളുടെയും എന്റെയും എല്ലാം പാപം അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാര്യം പാണിയാൽ കുരിശിൽ നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ടു. മുൾക്കിരീട ധാരിയായി അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി. ഹല്ലേലൂയ. അവൻ കണ്ടാൽ ആളല്ല എന്നും തോന്നുമാർ നമുക്ക് വിരൂപമായി തീർന്നു. കടന്നു പോകുന്നവർ തലകുലുക്കി കള്ളനെന്നും ബെൽസവൻ ചതിയെന്നും കുലപാതകെന്നും ഒക്കെ വിളിച്ച് അവന്റെ മുഖത്തടിച്ച് മുഖത്ത് തുപ്പി അവന് കുടിപ്പാൻ ചൊറുക്ക കൊടുത്തു. ഇതെല്ലാം യേശു ക്രൂശിൽ കിടന്ന് അനുഭവിച്ചത് യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വീണ്ടെടുപ്പിന്റെ കാര്യമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൊരിന്ത്യലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നു, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, വിടുതലിന്റെ വില ക്രിസ്തുവിന്റെ രക്തമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പ്, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്ന് വായിച്ചത്. അത് രക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ ഭക്തനും ഹല്ലേലൂയ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക തന്നെ ചെയ്യണം. ജീവിതത്തിൽ എന്നും പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ആമീൻ. ഗലാത്യലേഖനം 5-ാം അവന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം ജഡത്തിന് എന്തുണ്ട്? രാഗമോഹങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ രാഗമോഹങ്ങളിൽ വീണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, നിത്യമായ നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് പോകാതെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കണം. അതെ, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില യേശു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ നാം ലജ്ജിക്കുന്ന സ്ഥാനത്ത്, ലജ്ജിതരായി മാറിയ സ്ഥാനത്ത് ആമീൻ നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മെ വിടുവിച്ച് നിത്യമായി സ്വർഗത്തിൽ ആനന്ദത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ ഹല്ലേലൂയ യാഗമായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിങ്ങൾ എത്ര കൊടിയ പാപിയായിരുന്നാലും നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ ലഭിക്കും. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കും. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതെ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നിരയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, നിങ്ങൾ സത്യസന്ധമായി യഥാർത്ഥ ഹൃദയത്തോടെ അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളെ പ്രവൃത്തികൾ, ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങളെ, നിങ്ങളുടെ ഇച്ഛകളെ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നിന്റെ പാപത്തിന് പരിഹാരം വരിക തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിനക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിനക്ക് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ കഴിയും. അത് യേശു വരാൻ സമയമായി കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആമീൻ പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പ് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. രക്ഷ സമ്പാദിക്കുന്നതിന് അത്യാവശ്യമായ ഘടകമാണ് അനുദപിക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെ ഏത് സാഹചര്യത്തിലിരുന്നാലും സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ നടിയുടെ കടന്നു പോകുന്ന ശ്രോതാവി, നിങ്ങൾക്കൊരു മാനസാന്തര അനുഭവത്തെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ മരിച്ചതിന് ശേഷം വീണ്ടെടുപ്പില്ല. മരണാനന്തരം ഹല്ലേലൂയ ഒരു ശുദ്ധീകരണത്തിലൂടെയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമില്ല. നാം ജീവനോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സകല ജനവും പ്രാപിച്ച് കർത്താവെ വിശുദ്ധ ജീവിതം നയിച്ച് നിത്യ നരകത്തിൽ നിന്ന് മോചിതരായി തീരുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിന്റെ തടിയിലൂടെ കടന്നു പോകുന്ന സകല ജനത്തിനും കർത്താവിൽ മോചനം കൊടുക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ആ വീണ്ടെടുപ്പ് വിലയായതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം സകല ജനങ്ങളും പ്രാപിപ്പാൻ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കെടുക്കണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.